നമസ്കാരം. എൻ്റെ പേര് സതീശൻ. കോടതി പഞ്ചായത്തില് കോട്ടൂര് നിവാസിയാണ്. എൻ്റെ മകൻ ദേവദർശൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാരതീയ വിദ്യാഭവനിലാണ് പഠിക്കുന്നത്. 8 വയസ്സ് കഴിഞ്ഞു. എപ്പോഴും ചില കുസൃതി ചോദ്യങ്ങളും ഓരോരുത്തർ മരണങ്ങളും ഡേറ്റുകളും ഇതൊക്കെ ചോദിക്കുന്നത് പതിവാണ്. അപ്പൊ കൂടുതലും അമ്മയോടൊത്താണ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അപ്പോൾ ചോദിച്ചറിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചില്ല ഇതിനാണ് ചോദിക്കുന്നത് ഇത്ര ചെറുപ്പത്തിൽ നിന്നിരിക്കും. കുറെ കുട്ടികൾ ഈ കുസൃതികളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ചോദിക്കും. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് കുറെ കാലങ്ങളായിട്ട് ഓരോ മരിച്ചവരുടെ ഡേറ്റും കൃത്യമായിട്ട് ആ നമ്പറും ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്തായാലും ദേവദർശന്റെ ചില കുസൃതികളും അതിന്റെ ഓർമ്മശക്തിയും നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ദേവദർശനോട് ആദ്യത്തെ ചോദ്യം, പെല മരിച്ച വർഷം ഏതാണ്? 2022. 2022. മരണ മരിച്ച വർഷം 2020. റൊണാൾഡോയുടെ വയസ്സ്, ഫുട്ബോൾ താരം റൊണാൾഡോയുടെ വയസ്സ് എത്രയാ? 40. അതായത് നമ്മുടെ ചലച്ചിത്ര രംഗത്ത്, അതായത് നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രേം നസീർ മരിച്ചത് ഏത് വർഷമാണ്? 1959. പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന്റെ മരണം 2025. ജയന്റെ മരണം 1981. 1981. നമ്മുടെ സത്യൻ മരിച്ച വർഷം? സത്യം മരിച്ചത് 1971. 1971 അല്ലെ? നമ്മുടെ പ്രേം നസീറിന്റെ അനുജൻ പ്രേം നവാസ് നടന്ന വർഷം? മരിച്ചത് 1992. 1992. ഓക്കെ. സുകുമാരൻ മരിച്ച വർഷം? 1997. മോഹൻലാല് ജനിച്ച വർഷം? 1960. അവസാനം നമ്മുടെ ശ്രീനിവാസൻ മരിച്ച വർഷം? 2025. 2025. ജാക്കി ജാന്റെ വയസ്സ് എത്രയാണ്? 71 വയസ്സ്. ബ്രൂസ്ലി മരണം നടന്ന വർഷം? ബ്രൂസ്ലി മരിച്ച വർഷം 1973. ജനിച്ച വർഷം? ബ്രൂസ്ലി ജനിച്ച വർഷം 1940. ബ്രൂസ്ലിയുടെ മകന്റെ പേരെന്താ? ബ്രാൻഡൻ ലീ. ഭാര്യയുടെ പേരെന്താ? ലിൻഡൻ ലീ. മൈക്കിൾ ജാക്സന്റെ മരണം നടന്ന വർഷം? 2009. ഇനി എന്റെ മോന്റെ അച്ഛന്റെ ജനന നടന്ന വർഷം? 1971. ഡേറ്റ് ഓഫ് ബർത്ത് അറിയോ? ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. December 5. അച്ഛന്റെ. മോന്റെ അമ്മയുടെ ജനിച്ച വർഷം ഡേറ്റ് അറിയോ? 1981. December 3. ഓക്കെ. മോന്റെ ചേട്ടൻ ദേവദത്തന്റെ ജനനം നടന്ന വർഷം, ഡേറ്റ് ഓഫ് ബർത്ത്? 2010. 2010. ഡേറ്റ് April 6. ഓ, അടിപൊളി. മോന്റെ ചേച്ചിമാര്, അതായത് അമ്മു ചേച്ചിയും സീത ചേച്ചിയും. അമ്മു ചേച്ചിയുടെ ജനനം നടന്ന വർഷം? 2000. ഡേറ്റ് അറിയോ? January 3. സീത ചേച്ചിയുടെ ജനനം നടന്ന വർഷം? 2001. ഡേറ്റ് അറിയോ? ഡേറ്റ് അറിയില്ല അല്ലെ? ഓക്കെ. എന്റെ ചേട്ടന്റെ, അതായത് ഇവന്റെ വെല്ലിച്ചന്റെ മക്കളുണ്ട്. അതായത് കൗശി ചേട്ടനും ശ്രേയസ് ചേട്ടനും. കൗശി ചേട്ടൻ ജനിച്ച വർഷം? 2008. ഡേറ്റ് അറിയോ? ഡേറ്റ് അറിയില്ല. ശ്രേയസ് ചേട്ടന്റെ ജനിച്ച വർഷം? 2011. ഓക്കെ. ഡേറ്റ് അറിയോ? രണ്ടുപേരും ഡേറ്റ് അറിയില്ല. മോന്റെ അമ്മയുടെ വല്യമ്മ, അതായത് അമ്മയുടെ ചേച്ചി വല്യമ്മയുടെ മോൻ നിവേദി ചേട്ടന്റെ ജനന വർഷം? 2009. ഇനി അതൊക്കെ പോട്ടെ. മോൻ ജനിച്ച വർഷം? 2016. ഡേറ്റ്? November 2. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്. സ്കൂളിന്റെ പേര്? ഭാരതീയ വിദ്യാഭവൻ കോട്ടോ. പേരെന്താ? ദേവദർശൻ TS. ദേവദർശൻ ഇത് എങ്ങനെയാ ഇതൊക്കെ
കാണാണ്ട് പഠിച്ചതും ഇത് എവിടുന്ന എടുത്തത് ഇത് ആരൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ ക്രോമിലും അടിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അമ്മോടൊക്കെ പറഞ്ഞു. അമ്മോടൊക്കെ ചോദിച്ചറിയാറുണ്ട് അല്ലെ എപ്പോഴും? അപ്പൊ അങ്ങനെ മൊബൈലിൽ നിന്ന് ക്രോമിൽ നിന്ന് എടുത്ത് കാണാപാഠം ഇപ്പൊ ഒക്കെ ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, കാണാപാഠം കിട്ടൂലേ? ഇതാണ് ദേവദർശൻ. അത് ഒരു പ്രാവശ്യം ഒരു കാര്യം കണ്ടാൽ, ഒരു പ്രാവശ്യം കേട്ടാൽ അത് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് വരും. അത് പിന്നെ അതിങ്ങനെ നമ്മളോട് ഷെയർ ചെയ്യുന്ന പതിവാണ്. ഒരു എന്താ പറയാ, ഇത്ര ചെറുപ്പത്തില്, അതായത് 8 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ, 8 വയസ്സിന്റെ ഉള്ളില് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഴിവ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഫോർവേഡ് ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.